വലിയ വേനൽ ചൂടുണ്ട്, അതിനിടയിലാണല്ലോ പ്രചാരണം. ചൂടല്ല ഒരു സാധനമല്ല, ചൂടിപ്പോ എല്ലാവർക്കും ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ അതൊരു വലിയ ഇഷ്യൂ ഒന്നല്ല. ഞാൻ മഴയത്തും ചൂടത്തും എല്ലാം ഇലക്ഷൻ ചെയ്ത ആളാണ്. അപ്പൊ അതൊരു ഇഷ്യൂ ഒന്നല്ല. ഒരു 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 വളരെ സ്ട്രോങ് റെസ്പോൺസ് ഉണ്ട്. എല്ലാ അസംബ്ലിയിലും പോകുമ്പോൾ ഇവിടെയും ഇന്ന് കാണുന്നുണ്ട്. ഒരു മാറ്റം വേണമെന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. ഈ 10-15 കൊല്ലമായിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ഇതെല്ലാം കാണുന്നില്ലേ? ഇങ്ങനെ ഒരു സഫറിങ്ങും ഇങ്ങനെ ഒരു നെഗ്ലിജൻസ് ഉണ്ടാവുമ്പോൾ 10 കൊല്ലം 15 കൊല്ലമായിട്ട് ആൾക്കാർ അതേ സ്ഥിതിയിൽ ജീവിക്കുന്നു. ഒരു മാറ്റം കൊണ്ടുവരുന്നതിന് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. അല്ല, ഇന്ന് BJP ഒരു പുസ്തകം പുറത്തിറക്കിയാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ശശിയായ 15 വർഷങ്ങൾ എന്ന പേരിലങ്ങ്. അങ്ങനെ ഈ 15 വർഷം ഒന്നും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര പ്രൊജക്ടുകൾ കൊണ്ടുവരുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് ആവർത്തിക്കുന്നത്. അല്ല, അതിപ്പോ എല്ലാവരും പറയല്ലോ, ചന്ദ്രയാൻ മൂണിൽ എത്തിന്ന് അത് വേണമെങ്കിൽ പറയാം. അതിന്റെ ക്രെഡിറ്റ് കൊടുക്കാമല്ലോ. തിരുവനന്തപുരത്ത് നിന്ന് അത് മുകളിൽ പോയി. ഞാൻ തിരുവനന്തപുരത്ത് MP ആയിരുന്നു. അതിന്റെ ക്രെഡിറ്റ് അദ്ദേഹം എടുക്കാൻ പറ്റുമല്ലോ. അതല്ലല്ലോ, ഇതിപ്പോ 15 കൊല്ലമായിട്ട് എന്ത് പ്രോമിസ് ചെയ്തു, എന്ത് ചെയ്തു, അതല്ല ഇപ്പോ മെയിൻ ഇഷ്യൂ. ഇവിടെ ഉണ്ടായത് എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട് നരേന്ദ്രമോദിജിന്റെ സർക്കാരാണ് ചെയ്തത്. അതിൽ ആർക്കും എന്തെങ്കിലും ഡൌട്ടുണ്ടോ? അതിന്റെ ക്രെഡിറ്റ് ഇപ്പോ വേറെ ഒരു ആൾക്ക് എടുക്കണമെങ്കിൽ എടുത്തോട്ടെ. താങ്കൾക്കായ ഒരു കാര്യം കൂടെ, അതായത് ഈ കോൺഗ്രസിന്റെ കേന്ദ്രങ്ങളിൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണം ഉയരുന്നു. EP ജയരാജനുമായി താങ്കൾക്ക് വ്യക്തിബന്ധമുണ്ടോ എന്ന്, എന്തെങ്കിലും കഴമ്പുണ്ടോ ഇത്? ഞാൻ സാമ്പട്ടെ, ഇവര് 14-ലും 19-ലും ഈ നുണേന്റെ രാഷ്ട്രീയം എത്രയോ പ്രാവശ്യം ചെയ്തതാ, എത്രയോ പ്രാവശ്യം അവർ തോറ്റതാ. എന്നാലും അവർ ചെയ്യും. ഇതിന്റെ ഈ പുതിയ സ്ട്രാറ്റജി അവര് തെലങ്കാനയിൽ പഠിച്ച ഒരു സ്ട്രാറ്റജിയാണ്. BRSും BJPയും ക്ലോസ് ആയെന്നൊരു നുണ പറഞ്ഞ് അവിടുത്തെ മുസ്ലിം വോട്ടെല്ലാം എടുത്ത് അവര് സക്സസ്ഫുൾ ആയി. അത് ഇവിടെ ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. അല്ല, അവർ പറഞ്ഞു വെക്കുന്ന കാര്യം അവര് പറഞ്ഞോട്ടെ. ഞാൻ അവരുടെ പറഞ്ഞത് എല്ലാം റിപ്പോർട്ട് ചെയ്യണം എനിക്കൊരു ഇതൊന്നുമില്ലല്ലോ. അല്ല, ആഗ്രഹമില്ല. ഈ വൈദേകം റിസോർട്സും നിരാമയ വെൽനസ് റിട്രീറ്റ് സെന്ററും തമ്മിൽ എന്തെങ്കിലും ബിസിനസ് ബന്ധമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അവരുടെ അടുത്ത് എവിഡൻസ് ഉണ്ടെങ്കിൽ CPMും BJPയും ഒരു ഭയങ്കര ഒരു കോമ്പിനേഷനായിട്ട് കോൺഗ്രസിനെ ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ ഒരു എവിഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് പുറത്തെടുത്തോട്ടെ. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി താങ്കളുടെ പ്രതികരണത്തിന്.